ആദ്യം ശ്രീ രാഹുൽ ഈശ്വർ, ഇതേക്കുറിച്ച് താങ്കളുടെ ഒരു നിലപാട് എന്താണ്? ശശി തരൂർ എന്തായാലും ആഴത്തിൽ പഠിച്ച ശേഷമേ ഓരോ കാര്യത്തെക്കുറിച്ചും പ്രതികരിക്കാറുള്ളൂ. അദ്ദേഹവും ഈ എക്സ്പോസിനെ കുറിച്ച് പിന്നീട് അദ്ദേഹത്തിൻ്റെതായി വന്ന പ്രതികരണം, ഞാനത് പഠിച്ച ശേഷമാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. ഇതിലപ്പോൾ മുസ്ലിം സമൂഹം എന്ത് ആഴത്തിൽ ചിന്തിക്കണം, എന്ത് ചർച്ച ചെയ്യണം എന്നുള്ള കാര്യം എന്താണ് തരൂർ ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്? താങ്കൾ തരൂരിൻ്റെ ഈ നിലപാടിനെ അനുകൂലിക്കുന്നുണ്ടോ? രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ. ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും പഴയ പള്ളി പരിശുദ്ധ മക്കയും മദീനയും കഴിഞ്ഞാൽ നമ്മുടെ ചേരമൻ പെരുമാൾ പള്ളിയാണ്. നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട്, നമ്മുടെ ചരിത്രത്തിൽ എന്നും ഹിന്ദുവും മുസ്ലിമും ബെസ്റ്റ് ഫ്രണ്ടാണ്. അയ്യപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് വാവരെന്ന് പറയുന്നത് പോലെ മഹാത്മാഗാന്ധിയുടെ ആത്മമിത്രമാണ് ഭാരതരത്ന മൗലാന അബുൽ കലാം ആസാദ്. നമുക്ക് ഭാരത് മാതാ കി ജയ് തന്നത് അസീമുള്ള ഖാനാണ്. ജയ്ഹിന്ദ് തന്നത് ആബിദ് ഹസൻ സഫ്രാനിയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റ് നമ്മുടെ അബ്ദുൽ കലാമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പട്ടാളക്കാരിൽ ഒരാൾ പരംവീര ചക്ര അബ്ദുൽ ഹമീദാണ്. അതോടൊപ്പം നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ വളരെ സീരിയസ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ വിശ്വപൗരനായ ശ്രീ ശശി തരൂർ ഫ്ലാഗ് ചെയ്തത്. അതായത് തീവ്ര വഹാബി എന്ന വാക്ക് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. തീവ്ര വഹാബി ഇൻഫ്ലുവൻസ് പലപ്പോഴും നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിൽ ഒരു സ്ട്രാൻഡായി വളരുന്നുണ്ട്. ഈ എക്സ്ട്രീം വഹാബി ദേശ് എന്നൊക്കെ പറയുന്ന രീതിയിൽ സൗദി അറേബ്യക്കും ലോകത്തിനും ദോഷം പകർത്തുന്ന ഒരു സ്ട്രാൻഡ് ഓഫ് മുസ്ലിമാണ് നമ്മുടെ സൂഫി മഹാപഞ്ചായത്ത്. യഥാർത്ഥത്തിൽ സൗദിയുടെ ഈ പെട്രോ ഡോളേഴ്സ് ദോഷകരമായ ഇൻഫ്ലുവൻസ് ആണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം ചൂണ്ടിക്കാണിച്ചത് മുസ്ലിം സമൂഹത്തിലെ വളരെ ആദരിക്കപ്പെടുന്ന സൂഫി മഹാപഞ്ചായത്താണ്. അപ്പോൾ നമുക്ക് വലിയൊരു മോഡറേറ്റ് സ്ട്രാൻഡ് ഓഫ് ഇസ്ലാം ഉണ്ട്. നമ്മുടെ പാണക്കാട് തങ്ങന്മാരോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരുപക്ഷെ ആദ്യമായി ഈ പർദ കോളേജിൽ നിരോധിക്കുന്നത് നമ്മുടെ MES ആണ്. നമ്മുടെ ഫസൽ ഗഫൂർ സാറൊക്കെ നയിക്കുന്ന മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ്. നമുക്കൊരു വലിയ രണ്ട് സ്റ്റൈലും കാണും, കൺസർവേറ്റീവും കാണും, കുറച്ച് ലിബറലും കാണും. ഈ കൺസർവേറ്റീവ് ആണെങ്കിലും ലിബറൽ ആണെങ്കിലും നമ്മുടെ ഒരു വലിയ സ്ട്രാൻഡ് ഓഫ് മുസ്ലിം പാരമ്പര്യം നമുക്കുണ്ട്. എന്നാൽ അവരിൽ നിന്ന് വിഭിന്നമായി ഒരു തീവ്ര വഹാബി ആശയങ്ങൾ കുത്തി നിറയ്ക്കുകയും അനാവശ്യമായ അൾട്രാ ഓർത്തഡോക്സി നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചില വിഭാഗങ്ങൾ ഉണ്ടെന്ന വിമർശനം ഒരുപാട് കാലമായി മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പല ആൾക്കാരും പറയുന്നുണ്ട്. അത് ശശി തരൂർ സാറിനെ പോലെ ആദരിക്കപ്പെടേണ്ട ഒരു വിശ്വപൗരനോടൊപ്പം മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ആത്മവിമർശനപരമായി പറയുന്നുണ്ട്. അപ്പൊ ആ സ്ട്രാൻഡ് വേണ്ട, അല്ലെങ്കിൽ ആ സ്ട്രാൻഡ് നമുക്ക് യോജിക്കുന്നതല്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയണം. എനിക്ക് വളരെ സന്തോഷം തോന്നിയത് 3-4 ദിവസം മുമ്പ് ഞാൻ ISMന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായി. കഴിഞ്ഞ വർഷം പരിശുദ്ധ റമദാൻ സൗദി അറേബ്യ അവസരം ഉണ്ടായി. അവിടെ നമ്മുടെ ഹുസൈൻ മടവൂർ സാഹിബ് ഒക്കെ വന്ന് ഷെയർഡ് സ്പേസസ് ഉണ്ടാകേണ്ട ആവശ്യകതകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതെ തന്നെ സഹോദര സമുദായങ്ങളോട് ചേർന്ന് നമ്മുടെ വിശ്വാസത്തിൽ യാതൊരു കലർപ്പും വരുത്താതെ തന്നെ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും മറ്റും ചെയ്യുമ്പോൾ ക്രിസ്മസ് ആകട്ടെ, ഓണമാകട്ടെ. പക്ഷേ ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പ്രവാസികൾ ഇപ്പോൾ സൗദിയിലെ കാര്യമാണല്ലോ അതിൽ നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത്. സൗദിയിൽ ജോലി ചെയ്ത് മടങ്ങി എത്തുന്നവർ അവിടുത്തെ ആശയം കൂടി കൊണ്ടുവരുന്നു. പ്രവാസികൾ പണം മാത്രമല്ല ആശയം കൂടി കൊണ്ടുവരുന്നു എന്നുള്ളതാണല്ലോ ആ റിപ്പോർട്ടിലെ പ്രതിപാദ്യമായിട്ട് പറയുന്നത്. അതിനെ എൻഡോഴ്സ് ചെയ്യുകയാണല്ലോ, ശശി തരൂർ അതിനെ എൻഡോഴ്സ് ചെയ്യുകയാണല്ലോ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വഹാബിസം എന്ന് പറയുമ്പോൾ താങ്കൾ വഹാബിസം എന്ന് പറയുമ്പോൾ വഹാബിസം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് താങ്കൾ അത് പറയുന്നത്. അപ്പോൾ തരൂർ ഇതിനെ എൻഡോഴ്സ് ചെയ്യുകയാണല്ലോ. അങ്ങനെ എൻഡോഴ്സ് ചെയ്യപ്പെടേണ്ട ഒന്നാണോ കേവലം ഒരു പഠന റിപ്പോർട്ടിലെ കുറിച്ച് വിവരങ്ങൾ? അപ്പോൾ അത് മുസ്ലിം സമൂഹത്തിന് എതിരായി മാറുകയില്ലേ ശ്രീ രാഹുൽ? അല്ല, അങ്ങനെയല്ല. ശശി തരൂർ സാറ് വിമർശന ബുദ്ധിയോടുകൂടി നമ്മളിത് കാണണമെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്റേണൽ ഡിസ്കഷൻ വേണമെന്നുമാണ്. ഞാനിപ്പോ ന്യൂസ് 18 ഇംഗ്ലീഷ് ചാനലിൽ ഇരുന്നിരുന്നു. വളരെ കൃത്യമായി തന്നെ അതിൽ പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. ഉദാഹരണം, സ്ത്രീകളെ ഫിസിക്കൽ അബ്യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സാധാരണ ആൾക്കാരിൽ നിന്ന് ഈ ചില ആൾക്കാർക്ക് കൂടുതലാണ്. ജെൻഡർ റോൾസിന്റെ നെഗറ്റീവായ സ്റ്റീരിയോ ടൈപ്പിംഗ് ഇവർക്ക് കൂടുതലാണ്. അല്ലെങ്കിൽ മോശകരമായ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ചില കാര്യങ്ങളിൽ കൂടുതലാണ്. അപ്പോൾ ഇത് നമുക്കെല്ലാം, ഞാനൊരു കൺസർവേറ്റീവ് ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്, പക്ഷേ ഈ അൾട്രാ കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു ധാരണ നമുക്ക് ആവശ്യമില്ല. ഇപ്പൊ നമുക്കിപ്പം സതിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ കൺസർവേറ്റീവ് ആണെന്ന് പറയുന്നതിന് അർത്ഥമില്ല. എല്ലാ സമൂഹങ്ങളിലും കാലാനുസൃതമായി അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ വിശ്വാസം സനാതനവും മാറാത്തതുമാണ്. അതിന്റെ കോർ നിലനിൽക്കുമ്പോൾ തന്നെ മാറ്റപ്പെടേണ്ടതായ ഇപ്പോൾ ശ്രീ ഷുക്കൂർ സൊലാഹി ഉണ്ട്, അദ്ദേഹം ISMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ ഷുക്കൂർ സൊലാഹി, ഇപ്പോൾ ശശി തരൂർ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു എൻഡോഴ്സ്മെന്റ് ആയി പോകുന്നുണ്ടോ ഇല്ലയോ? മുസ്ലിം സമൂഹം ആത്മപരിശോധന നടത്തണം എന്ന് പറയുമ്പോൾ, ആഭ്യന്തര ചർച്ചകൾ വേണമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന പ്രവാസികളെ കുറിച്ചുള്ള പ്രതിപാദ്യം ആ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിലും ഇതാണല്ലോ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതും ശശി തരൂർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതും
സൗദി അറേബ്യയിൽ നിന്ന് മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ പിന്നീടുള്ള ആശയധാരയെക്കുറിച്ചാണ്. അതിൽ യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളാണ് അവർക്കുള്ളത് എന്ന് എൻഡോഴ്സ് ചെയ്യുകയാണോ തരൂർ ഈ ട്വീറ്റിലൂടെ, ഈ എക്സ്പോസ്റ്റിലൂടെ ചെയ്തിരിക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം ശ്രീ ഷുക്കൂർ സുലാഹി. ഞാൻ ഈ രാഹുൽ ഈശ്വറിന്റെ സംസാരം കേൾക്കുകയായിരുന്നു. അദ്ദേഹം പങ്കെടുത്ത പരിപാടിയുടെ ജനറൽ സെക്രട്ടറിയാണ്, സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ എന്നതിൽ അദ്ദേഹം പങ്കെടുത്ത സംസാരം ഏറെ പ്രസക്തമാണ്. പക്ഷെ ഞാനിവിടെ ഒരു സൗദി അറേബ്യയുടെ ഒരു വക്താവായിട്ടോ അല്ലെങ്കിൽ സൗദി അറേബ്യയെ സംസാരിക്കേണ്ടത് ഈ സമയം വിനിയോഗിക്കുന്നത്. കാരണം സൗദി അറേബ്യയിൽ നിന്ന് മടങ്ങിയെത്തുന്ന കേരളത്തിലെ മലയാളികളായ പ്രവാസികൾക്കിടയിൽ ലിംഗ സമത്വത്തെയും അതേപോലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെയും അത് ഒരു യാഥാസ്ഥിതിക ചിന്തയിൽ കാണുന്നുവെന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം മുസ്ലിം സമൂഹത്തിനിടയിൽ ചർച്ചകൾക്ക് വഴിവെക്കണം എന്ന ഒരു പരാമർശത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാദഗതിയുമായി മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ശ്രീ തരൂർ എം പി പങ്കുവെച്ച പരാമർശം ഏകപക്ഷീയവും സങ്കീർണമായ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ ലളിതവൽക്കരിക്കുന്നതുമാണ് എന്ന് പറയേണ്ടി വന്നതിൽ ഏറെ സങ്കടമുണ്ട്. ഒരു പഠനത്തില് വളരെ ചുരുങ്ങിയ ആളുകൾക്കിടയിൽ നിന്ന് സാമ്പിളുകൾ എടുത്ത് നടത്തുന്ന ഒരു പഠനത്തെ ബഹുഭൂരിപക്ഷം വരുന്ന 10,000-കണക്കിന് വരുന്ന പ്രവാസികളുടെ സാമൂഹികവും മതപരവുമായ കാഴ്ചപ്പാടുകളെ അത് പൊതുവായി വിലയിരുത്തുന്നത് ശാസ്ത്രീയമായ ഒരു സമീപനമല്ല എന്നത് തീർച്ചയായും അദ്ദേഹത്തെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൗദിയിൽ വർഷങ്ങളോളം ജീവിച്ച ഒരു പ്രവാസി, അദ്ദേഹം കുടുംബ ഭദ്രതയിലും മതമൂല്യങ്ങളിലും പരസ്പര ബഹുമാനത്തിലുമൊക്കെ പ്രാധാന്യം നൽകി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ പിന്തിരിപ്പൻ നിലപാട് എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒരു പരാമർശമാണ് എന്നാണ് എന്റെ അഭിപ്രായം. യഥാർത്ഥത്തിൽ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ പതിറ്റാണ്ടുകളായി ആ സമ്പദ്ഘടനയെ താങ്ങി നിർത്തിയ പ്രവാസി സമൂഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ മതവിശ്വാസങ്ങളെയും അവരുടെ ജീവിത മൂല്യങ്ങളെയും സംശയത്തിന്റെ കണ്ണിലൂടെ കാണുന്നതിന് പകരം അവരുടെ സംഭാവനകളും അനുഭവങ്ങളും സാമൂഹിക പശ്ചാത്തലവും കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നത് ജനപ്രതിനിധികളായ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശശി തരൂർ അദ്ദേഹം ഒരു ഇന്റലക്ച്വൽ ആയിട്ടാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു ബൗദ്ധികമായ രീതിയിൽ ചിന്തിച്ച് തന്നെ ആയിരിക്കുമല്ലോ അദ്ദേഹം ഇത്തരം ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം ഒരിക്കലും മുസ്ലിം സമൂഹത്തിന് എതിരാണ് എന്നുള്ളൊരു ചാപ്പ അദ്ദേഹത്തിന്റെ മേലിൽ ഇല്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ ആത്മപരിശോധനയോടെ കാണാൻ എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് കഴിയുന്നില്ല? താങ്കൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. ശശി തരൂരിനെ പോലുള്ള ഒരാളെ ഒരു പക്ഷത്ത് ചേർത്ത് നിർത്തി അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്ന അഭിപ്രായമല്ല പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലെ നിലപാട് കുറച്ചുകൂടി അവധാനതാപൂർണമായിരിക്കേണ്ടിയിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിന് എന്റെ പക്ഷത്തിലുള്ള ന്യായങ്ങൾ, ഒന്ന്, ഈ ചർച്ച ഈ സർവേ നടക്കുന്നത് 2013-ലാണ്. കേവലം 200 ആളുകളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് നടത്തിയൊരു പഠനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.